സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേരുകയാണ് ജയിൽ പരിസരത്ത് നിന്ന്. സഹിൻ, എന്തായാലും അവിടെ ഒരു തീ കൊണ്ടുള്ള കളിയൊക്കെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അവർ അവിടെ നിന്ന് പിരിഞ്ഞു പോയോ? ഇപ്പോഴും ആഹ്ലാദ പ്രകടനം നടത്തണം എന്നുള്ള രീതിയിൽ തന്നെയാണോ അവരുടെ നീക്കം? അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ്? അവരിപ്പോഴും പിരിഞ്ഞു പോയിട്ടില്ല. പോലീസ് അവരെ പറഞ്ഞു വിടാനുള്ളൊരു നീക്കം പല ഭാഗങ്ങളിൽ നിന്ന് നടത്തുന്നുണ്ട്. പക്ഷേ അവർ പിരിഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ്. ബോബി ചെമ്മണ്ണൂരിനെ കണ്ട് അദ്ദേഹത്തിന് മാലയിടുക, പടക്കം പൊട്ടിക്കുക എന്നൊക്കെ ഉള്ളതാണ് അവരുടെ ആവശ്യം. എന്തായാലും ജയിൽ പരിസരത്ത് വെച്ച് അവരിത് ചെയ്താൽ സ്വാഭാവികമായും അവരും പ്രതികളാവും. ഇതിന് ആരുടെ പേരിലാണോ ആ പ്രകടനമെല്ലാം നടത്തിയത് അയാളും പ്രതിയാകേണ്ടി വരും. അതായത് ബോബി ചെമ്മണ്ണൂരിന് വീണ്ടും പ്രതിയേർക്കപ്പെടും, അദ്ദേഹത്തിന് ജാമ്യം കട്ടാകും എന്നുള്ളൊരവസ്ഥയിൽ, അല്ലെങ്കിൽ ജാമ്യം നിഷേധിക്കപ്പെടും എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. പക്ഷേ പോലീസ് കൃത്യമായ ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണം, പൊതുസ്ഥലമാണ്, മാത്രമല്ല ജയിലാണ്, അതിസുരക്ഷാ മേഖലയാണ്, അതുകൊണ്ട് ഇവിടെ പടക്കം പൊട്ടിക്കാൻ പറ്റില്ലെന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ അവർക്കത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾ പടക്കം പൊട്ടിച്ച് അടങ്ങൂ, ബോബി ചെമ്മണ്ണൂരിന് മാലയിട്ട് അടങ്ങൂ, ബോബി ചെമ്മണ്ണൂരിന് മാലയിടണമെങ്കിൽ തൃശ്ശൂർ പോകണമെന്ന് പോലീസുകാർ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ അതിന് മുന്നോടിയായി കാക്കനാട് ജയിലിന് മുന്നിൽ പടക്കം പൊട്ടിക്കണമെന്നുള്ള ഒരു നിലപാട് ഇവർ സ്വീകരിച്ചിരിക്കുകയാണ്. എന്തായാലും ഇത് ബോബി ചെമ്മണ്ണൂർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തൻ്റെ പേരിൽ പടക്കം പൊട്ടിച്ചാൽ വീണ്ടും കുഴപ്പമുണ്ടാക്കാൻ ബോബി ചെമ്മണ്ണൂർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടുന്നത്. കാരണം ഇനി പടക്കം പൊട്ടിച്ചൊരു കുഴപ്പത്തിലേക്ക് വന്നാൽ, ഒരു കേസ് അദ്ദേഹം വീണ്ടും പ്രതിയായി കഴിഞ്ഞാൽ സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ ജാമ്യം നിഷേധിക്കപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിന് സമ്മതിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ മെൻസ് അസോസിയേഷൻ ഞങ്ങൾ ഈ പടക്കം പൊട്ടിച്ച് അടങ്ങുള്ളൂ, ഞങ്ങൾക്ക് ഇന്നലെ അനുമതി നൽകിയതാണ് എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ പോലീസുകാർ പറയുന്നത് ഞങ്ങളൊരു ഘട്ടത്തിലും അനുമതി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോഴും പോലീസും ഒപ്പം തന്നെ മെൻസ് അസോസിയേഷൻ ഭാരവാഹികളും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പരമാവധി അവരെ പറഞ്ഞു വിടാനുള്ളൊരു നീക്കം പോലീസ് നടത്തുന്നു. ഒരു രക്ഷയുമില്ലെങ്കിൽ കേസെടുക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ശരി, സഹിൻ തുടരുക. ഇപ്പോൾ ജസ്റ്റിസ് കമാൽ പാഷ നമുക്കൊപ്പം ചേരുകയാണ് ലൈനിൽ. ശ്രീ കമാൽ പാഷ, അതിനാടകീയ രംഗങ്ങളാണ് കോടതിയിലും അതുപോലെ തന്നെ ജയിലിലുമൊക്കെ കണ്ടത്. നമ്മളാരും കേട്ടുകേൾവി പോലും ഇല്ലാത്ത രംഗങ്ങളാണ്. താങ്കളും അതെല്ലാം കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സംഭവത്തെ താങ്കൾ ഏത് രീതിയിലാണ് വിശകലനം ചെയ്യുന്നത്? അത് ഇപ്പൊ ബെയില് കൊടുത്തു, അയാൾക്ക് വേണമെങ്കിൽ ഇറങ്ങി പോകും, വേണ്ടെങ്കിൽ പോകത്തില്ല. അയാൾക്ക് ബെയിൽ കൊടുത്ത് അയാൾ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യണം. ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ഇറങ്ങി പോകത്തില്ല. അത്രേ ഉള്ളൂ. അത് കോടതിക്ക് പിന്നെ അതിനകത്ത് പുറകെ നടക്കേണ്ട കാര്യമൊന്നും ഉള്ളതല്ല. ഇയാളെ ഇങ്ങനെ വലുതാക്കേണ്ട കാര്യം എന്തോന്ന് എനിക്ക് മനസ്സിലായില്ല. അയാൾ ഇതുപോലെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കും. അത് പരസ്യമാണ്. ഓക്കെ, അതിപ്പോ അത് കോടതിയുടെ ജോലി തീർന്നതാണ് അവിടെ. ശ്രീ കമാൽ പാഷ, കോടതി ഇന്നൊരു അസാധാരണ നടപടിയാണ് സ്വീകരിച്ചത്. വീണ്ടും അഭിഭാഷകരെ വിളിച്ച് ഈ ഒരു ജാമ്യം റദ്ദാക്കാനുള്ള വകുപ്പുണ്ട് എന്ന് വരെ കോടതി പറയുന്നു. അപ്പോൾ ഈ ഒരു നീക്കത്തെ ഏത് രീതിയിലാണ് താങ്കൾ കാണുന്നത്? ഒന്നും ഫോളോ ചെയ്യാൻ പാടില്ല. അയാൾ അവിടെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുള്ളത് കോടതിക്ക് എങ്ങനെ അറിയാൻ പറ്റും? കോടതിയുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങളല്ലേ പരിഗണിക്കേണ്ടത്. ഒരിക്കലും കോടതി മീഡിയയ്ക്ക് ഒന്നും അതിനകത്തൊന്നും ചെവിക്കൊള്ളാൻ പാടില്ല, അതനുസരിച്ച് നടക്കാനും പാടില്ല. ഇത് ഒരു ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, താങ്കൾ പറയുന്നത് ഈ കോടതിയുടെ നടപടി കൂടുതൽ ഈ ബോബി ചെമ്മണ്ണൂരിന് ഒരു ശ്രദ്ധ നൽകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നൽകാൻ ഇടവരുത്തും എന്നുള്ളതാണോ? അതല്ലാതെ അതിനുകൊണ്ട് ഒരു പ്രയോജനമില്ല. വേണം കുറെ നാൾ ഇതുപോലെ ലൈവായിട്ട് നിൽക്കണം. ഇപ്പൊ അയാൾ ലൈവായിട്ട് നിൽക്കുകയാണ്. അത് ഒരു നിമിഷം മുമ്പേ അതങ്ങ് തീർന്നു പോകുന്ന അയാൾക്ക് മനപ്രയാസം. അയാൾക്ക് കോടിക്കണക്കിന് രൂപ മുടക്കി പരസ്യം കൊടുക്കുന്നതിനെ കഴിയും നല്ലതല്ലേ? നിങ്ങൾ എല്ലാം പരസ്യം കൊടുക്കല്ലേ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ശരി, നന്ദി. ശരി 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 റിട്ടയർഡ് ജസ്റ്റിസ് ബി കമാൽ പാഷയാണ് പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നത് കോടതിയുടെ നടപടി ഒരു അനാവശ്യ നടപടിയാണ് എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ ഇല്ല, ഞാൻ ആരോട് കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഞാൻ ഈ ഒരു ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ ഇവിടെ അറസ്റ്റ് വരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നീതിക്ക് വേണ്ടി എന്തിന് ഞങ്ങൾ തയ്യാറാണ്. അനീതിക്കെതിരെ പ്രവർത്തിക്കുന്ന കൊടുത്തു. അതിന്റെ പേര് എന്ത് വിഷയം വന്നാലും ഞങ്ങളുടെ സംഘടന എറണാകുളം. സാറേ, എറണാകുളത്ത് എവിടെ? താന്തോന്നിത്തുരുത്തിലുള്ള പ്രസന്ന, മറ്റേ സുലേഖ, പിന്നെ അസോസിയേഷന്റെ സെക്രട്ടറി പ്രസിഡന്റ്, അങ്ങനെ 4 പേരും, പിന്നെ ഒരു 50 ഒരു 30-35 ആളുകൾ അങ്ങനെ. സാർ അവരിൽ ആദ്യം ഉണ്ടായിരുന്ന കൂടുതൽ ആളുകൾ പിരിഞ്ഞു പോയി. ഇപ്പൊ ഏതാണ്ട് കുറച്ച് പോയിട്ടൊന്നുമില്ല.
സാർ അവരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. സാർ ഇവിടെ തന്നെ ഉണ്ട് അങ്ങനെയാണ് ഞാൻ ഇവരോട് വണ്ടി എന്താ അറസ്റ്റ് ചെയ്യാനാണോ? നിൽക്കാൻ പറയണോ സാറേ? സാർ അറസ്റ്റ് ചെയ്യാനാണ് തോന്നുന്നത്. പോലീസുകാർ പറയുന്നത് വലിയ വണ്ടി വിളിക്കാനാണ് പറയുന്നത് ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട്. എന്താണ് സാർ നടപടി? എന്താണ് നടപടി? നമ്മളൊരു ആക്ഷൻ, ഒരു പരാതി അല്ലെങ്കിൽ അതുപോലെ സംഭവം ഒഫൻസ് ഉണ്ടായിക്കഴിഞ്ഞാലേ നടപടി. ഇപ്പൊ ഒഫൻസ് ഒന്നും ഉണ്ടായില്ല, അവരിവിടെ വന്ന് നിന്നു, ഞങ്ങൾ പറഞ്ഞപ്പോ അനുസരിച്ചു. പോലീസ് ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞപ്പോ അവര് പോവുകയാണ്. പിന്നെന്താ? പോക്കോ അവര് പോവുകയാണ്. അവര് നമ്മളെ അനുസരിക്കുന്നു, നിയമം അനുസരിക്കുന്നു. പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നു. പോലീസ് കേസിലേക്ക് പോകുന്നു. പോകാൻ തയ്യാറാണ്, പക്ഷെ ഇപ്പൊ ഞങ്ങൾ പോലീസ് കേസ് എടുക്കാനുള്ള കാര്യമൊന്നും ചെയ്തില്ല. ഞങ്ങൾ തിരിഞ്ഞ് സമാന പോലീസുകാർ പറഞ്ഞനുസരിച്ച് പോകുന്നു. ബോബി ചെമ്മണ്ണൂരിന്റെ വീട്ടിൽ പോയി പോലീസുകാർ പറഞ്ഞല്ലേ ഇവിടെ പോകണം. അല്ല, പോണമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഇന്നലെ പൊട്ടിച്ചോളാൻ പറഞ്ഞിട്ട് വീണ്ടും അവർ വാശി കയറ്റിക്കൊണ്ട് ഞങ്ങളെ പ്രതിഷേധിച്ചതാണ്. ഞങ്ങൾക്ക് എവിടെയാണെങ്കിലും കാര്യങ്ങൾ വരുമെന്ന് പറഞ്ഞപ്പോ ഏതാ കേസിലേക്ക് അല്ല, അങ്ങനെ പേടിച്ചിട്ടല്ല, അങ്ങനെ ഞങ്ങൾ ഭയവും ഇല്ല. കേസ് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളായി ഇദ്ദേഹം. അയാളൊന്ന് അറസ്റ്റ് ചെയ്താൽ മതി എന്നാണ് പുള്ളി പറയുന്നത്. അനീതിക്കെതിരെ ഞങ്ങളെ മെൻസ് അസോസിയേഷൻ എന്നും പുരുഷന്മാർക്കൊപ്പം ഉണ്ട്. ഇപ്പോൾ അതാ കുട്ടിക്ക് കേന്ദ്രൻ്റെ കാര്യം തന്നെ, എല്ലാ കേസും ഞങ്ങൾ ഏറ്റെടുക്കും. എന്തായാലും അവർ മടങ്ങിപ്പോകാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കാരണം തൃശ്ശൂർ പോയി ബോബി ചെമ്മണ്ണൂരിന് മാലയിട്ട് പടക്കം പൊട്ടിക്കും. ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ മാലയിട്ട് സ്വീകരിച്ച് പടക്കം പൊട്ടിക്കും. അത് തന്നെയാണ്. ഇത് ആവർത്തിച്ച് പോലീസ് ഇവരോട് പറഞ്ഞുകൊണ്ടിരുന്നതാണ് തൃശ്ശൂർ പോയി മാലയിട്ട് പടക്കം പൊട്ടിക്കും എന്നുള്ളത്. ആ സമയത്ത് കേട്ടില്ല. ഒടുവിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് കേസെടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവർ നേരെയായി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. കാരണം കേസെടുക്കേണ്ടതില്ല, പകരം തൃശ്ശൂർ പോയി മാലയിട്ട് പടക്കം പൊട്ടിച്ചേക്കാം എന്നുള്ള എന്തായാലും മെൻസ് അസോസിയേഷൻകാർ കേസെടുക്കുമെന്ന് കണ്ടപ്പോൾ അവർ അവിടെ നിന്നും പോയിരിക്കുകയാണ്. അവരുടെ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത് എന്നാണ് അവർ പറയുന്നത്. തൃശ്ശൂർ പോയി മാലയിട്ടും പടക്കം പൊട്ടിച്ചുമൊക്കെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു ജാമ്യം ആഘോഷിക്കാം എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ നിലപാട്.